നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. എറണാകുളത്തേക്ക് പോകാൻ ബുക്ക് ചെയ്ത ബസ് സ്റ്റോപ്പിലെത്താത്തതിനെ തുടർന്ന് യുവ അഭിഭാഷകന് 20,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി. ചേലേമ്പ്ര ചാലിപ്പറമ്പ് സ്വദേശി ഹിഷാമാണ് രാമനാട്ടുകരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ റെഡ് ബസ് ഓൺലൈൻ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർക്കുള്ള ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കുന്നത് സർക്കാർ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരങ്ങാടി PSMO കോളേജിൽ NSS യൂണിറ്റും ഭിന്നശേഷി ശാക്തീകരണ വേദിയും ചേർന്ന് സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാളികാവ് പള്ളിശ്ശേരിയിൽ നിന്നും കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടിയെ കാളികാവ് പോലീസ് ഹൈദരാബാദിൽ നിന്നും കണ്ടെത്തി. നവംബർ 28 വൈകിട്ടാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പെൺകുട്ടി വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പൊന്നാനിയിൽ SIയെ കാറിടിച്ചു വീഴ്ത്തി കടന്നുകളയാൻ ശ്രമിച്ച ലഹരി കടത്തു സംഘത്തിലെ 2 പേരെ ഇതേ SIയുടെ നേതൃത്വത്തിൽ പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു. വെളിയങ്കോട് വലിയകത്ത് പള്ളിയിൽ ഫിറോസ്, പൊന്നാനി തെക്കേപ്പുറം മുഹമ്മദ് റിയാസുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനു പിന്നാലെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലേക്കും അംഗൻവാടികളിലേക്കും വഴി നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരം നേടുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും വിവിധ സംഘടനകളും സമരത്തിലേക്ക്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തുടരുന്നത് മൂലം എരമംഗലത്തും താഴത്തേൽപ്പടിയിലും തകർന്ന റോഡുകൾ നന്നാക്കാൻ നടപടി വൈകുന്നു. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ എരമംഗലം മേഖലയിലാണ് പൈപ്പിനു വേണ്ടി കുഴിയെടുത്തത് മൂലം റോഡ് തകർന്ന് യാത്രക്കാരും നാട്ടുകാരും ദുരിതമനുഭവിക്കുന്നത്. പുലിഭീതിയിൽ പെരിന്തൽമണ്ണ നഗരത്തിനടുത്ത് അമ്മിനിക്കട ഭാഗത്താണ് പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി പോത്തിനെ ആക്രമിച്ചു കൊന്നത്. കൊടികുത്തിമല വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ മാത്രം അകലെയാണ് പോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുതിർന്നവർക്കായി മഞ്ചേരി പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് വായനാ മത്സരം നടത്തി. ലൈബ്രറി കൗൺസിൽ മുനിസിപ്പൽ സമിതി കൺവീനർ NT ഫാറൂഖ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.